വീണ്ടും രാംസ് വോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു ഭ്രാന്താണ് വിഷയം. അതും ഇന്നലെ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഇരിക്കുന്നതിനാൽ തന്നെയാണ് ഇന്നങ്ങനെ പറയുന്നത്. ചില കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ആർക്കും വിഷമം തോന്നരുത്. ഇങ്ങനെ ഒരു വിഷയം പറയാൻ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട്, കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഒരു സീരീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നവമാധ്യമങ്ങളിൽ എനിക്കെതിരായിട്ട് വന്നിട്ടുള്ള തെറിവിളിയും തോന്നിവാസവും അതിൻ്റെ ഭാഷയും വൈകൃതങ്ങൾ അടങ്ങിയ ഭാഷ എന്ന് എന്നോട് പറയാം. ആ വൈകൃതങ്ങളിലേക്ക് വെറുതെ ഒന്ന് ഓളിയിട്ടപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എന്നിലൂടെയും ഈ വൈകൃതം കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു വിഷയമായിട്ടിന്ന് സംസാരിക്കുന്നത്. ഇന്നലെ കുറേ ചിത്രങ്ങൾ, ഖജുരാഹോ ടെമ്പിളിലെ ചിത്രങ്ങൾ, എൻ്റെ ശില്പങ്ങൾ, അതായത് സെക്ഷൽ ശില്പങ്ങളുടെ ചിത്രങ്ങളൊക്കെ പല മാന്യന്മാരും പോസ്റ്റ് ചെയ്തിരുന്നു. അവർക്കൊരു ഹരമാണ്. കാരണം അവരുദ്ദേശിക്കുന്നത് ഈ കുംഭമേള സംബന്ധിച്ചിട്ട് നമ്മൾ സംസാരിച്ചപ്പം അതിന് ബദലായിട്ടിട്ടതാണ്. കാരണം ഹൈന്ദവത്തിൽ ഇതേപോലെ തുണി അഴിച്ചിട്ട് നടക്കുന്ന സ്വാമിമാരും ക്ഷേത്രങ്ങളിൽ ഇതുപോലെ സെക്ഷലായിട്ടുള്ള പ്രതിമകളും ഒക്കെ ഉണ്ട് എന്നുള്ള കളിയാക്കി കൊണ്ടിട്ടതാണ്. ശരി, അതിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. ആദ്യം നമുക്ക് അവനവനിൽ നിന്ന് തുടങ്ങണമല്ലോ. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇസ്ലാമിനോട് നിങ്ങൾക്ക് ഇത്ര വൈരാഗ്യം വരാൻ എന്താ കാരണം? അതല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താ കാരണം? ഇത് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാവുന്നതല്ല. നമുക്ക് ബോധം ഉണ്ടായതിന് ശേഷം തിരിഞ്ഞു നോക്കുക എന്നുള്ളൊരു സ്വഭാവം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ അത് മരണം വരെ നമ്മൾ മറന്നു പോവില്ല. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത പല വിഷയങ്ങളും വൃത്തികെട്ടതായിരുന്നു. നമ്മളിത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അന്ന് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, മതം എന്ന ആ ഭയത്തിൻ്റെ ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു. പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, അതൊരിക്കലും പുറത്ത് പറയരുത് എന്ന ഒരു എന്താ പറയുക, ഒരു ആജ്ഞ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിൽ അനുഭവിച്ച പല സെക്ഷൽ അസോൾട്ടും സ്വന്തം കുടുംബം പോലും അറിയാതെ കുഞ്ഞു മനസ്സിൽ ഒരു നോവായി കൊണ്ട് നടന്നിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് ചിന്തിക്കുമ്പോഴാണ്, പിന്നീട് ബോധം വന്നതിന് ശേഷം ഇവർക്കൊക്കെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ കീഴിൽ നിന്നിട്ട് എന്ന് ചിന്തിച്ചു തുടങ്ങി. അവിടെയാണ് നമ്മൾ ആദ്യം ഈ മതവുമായിട്ട് അകലുന്നത്, അവനവൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അകൽച്ച. എൻ്റെ സ്കൂളിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. മദ്രസയിലാണ് എനിക്ക് അനുഭവം ആദ്യമായിട്ട് സെക്ഷുവലായിട്ടുള്ള ഒരു അസോൾട്ട് ഉണ്ടാകുന്നത്. മദ്രസയിലാണ്. ഞാനിതിന് മുന്നേ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ചു കാലം മുമ്പ്, വർഷങ്ങളായി, ഒരു പത്രപ്രവർത്തക തൻ്റെ കൂട്ടുകാരിക്കുണ്ടായ അനുഭവം, മദ്രസയിലുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ അന്ന് ആ പത്രപ്രവർത്തകയ്ക്ക് നേരെ വളഞ്ഞിട്ടൊരാക്രമണം ഉണ്ടായി. ആ സമയത്ത് ഞാനിത് തുറന്നു പറഞ്ഞു, എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു. അത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഒരു പക്ഷേ ആ വിഷയം അന്ന് ഉടലെടുത്തതിന് ശേഷമാണ് മദ്രസയിലെ പീഡനങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു വരാനും കേസാവാനും തുടങ്ങിയത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ എൻ്റെയൊക്കെ അന്നത്തെ നാഷണൽ ടി വികളൊക്കെ കവർ ചെയ്ത വീഡിയോസ് ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. അതിന് ശേഷമാണ് ഈ മദ്രസ പീഡനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പുറത്തേക്ക് വന്നത്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ സെക്ഷൽ അറിവ്
വളരെ കുരുന്നിലേക്ക് കിട്ടിയിട്ടുണ്ട് 5 വയസ്സ് 6 വയസ്സിൽ. കാരണം നമസ്കരിക്കാൻ തുടങ്ങുന്ന നിർബന്ധിതമായിട്ടും 5 വയസ്സ് കഴിഞ്ഞാൽ നമസ്കരിക്കാൻ തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 വയസ്സായ കുട്ടിക്ക് ഒലു, അതല്ലെങ്കിൽ ശുദ്ധീകരിക്കൽ, ഒലു മുറിയൽ എന്ന് പറയുന്ന, ഒലു എടുക്കൽ ഒലു മുറിയൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒലു എടുക്കൽ എന്താണ്? നമ്മുടെ കാൽപാദങ്ങൾ കഴുകുന്നു, നമ്മുടെ കൈ കഴുകുന്നു, മുഖം കഴുകുന്നു, വാ കഴുകുന്നു, ഈ മുടി വെള്ളം തൊട്ട് തലോടുന്നു, 2 ചെവിയും കഴുകുന്നു. ഇതാണ് ഒലു എടുക്കൽ എന്ന് പറയുന്നത്. നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ശുദ്ധീകരിക്കൽ, ദേഹശുദ്ധീകരിക്കൽ. കുളിച്ച് കഴിഞ്ഞാലും ശരി, ഈ പള്ളിയിൽ കയറുമ്പോൾ ഒലു എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒലു എടുത്തു കഴിഞ്ഞാൽ ഒലു മുറിയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ മലമൂത്ര വിസർജനം ചെയ്താൽ ഒലു മുറിയും, സ്ഖലനം സംഭവിച്ചാൽ ഒലു മുറിയും. പിന്നെ എന്നെ ഉസ്താദ് പഠിപ്പിച്ചത് ലിംഗത്തിൻ്റെ മോതിരക്കണ്ണി ഗുദത്തിലോ യോനിയിലോ പ്രവേശിക്കൽ. 5 വയസ്സുള്ള കുട്ടിക്കാണ് ഇത് പറഞ്ഞു തരുന്നത്. ആലോചിച്ച് നോക്കണം. സ്ത്രീകളെ തൊട്ടാലും ഒന്നും മുറിയും. പക്ഷേ അതിൽ പ്രധാനമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഗുദത്തിൻ്റെ ഉള്ളിലേക്ക് ലിംഗത്തിൻ്റെ മോതിരക്കണ്ണി കടക്കുകയോ അതല്ലെങ്കിൽ യോനിയിലോ പ്രവേശിക്കുക. അന്ന് യോനി എന്താണെന്ന് അറിയില്ല, ഗുദം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഉസ്താദിനോട് ചോദിക്കും. സ്വാഭാവികമായിട്ട് ഉസ്താദ് ഇതെന്താണെന്ന് ചോദിക്കൂലേ, കുഞ്ഞ് മനസ്സല്ലേ. അപ്പോൾ ഉസ്താദിന് അതൊരു നല്ല സാധ്യതയുള്ള ഇടമായി ഉസ്താദ് അതിനെക്കുറിച്ച് നമുക്ക് വിവരിച്ച് വർണ്ണിച്ചു തരും. 5 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഈ വിവരണം കിട്ടുന്നത്. ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന ഇത് ഉദ്ധരിക്കാത്ത സംഗതി ഇത് ഇതിനകത്ത് കയറുമെന്നും ഇത് പിൻഭാഗത്തും മുൻഭാഗത്തും പ്രയോഗിക്കാമെന്നുള്ള കൃത്യമായിട്ട് അറിവ് ഈ 5 വയസ്സുള്ള കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രവേശം തുടങ്ങും യഥാർത്ഥത്തിൽ. പിന്നീട് ഇങ്ങനെ ഇത് പഠിച്ച കുട്ടികളെ അത്തരം പ്രവൃത്തികൾക്ക് കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്താനുമുള്ള അടുത്ത നീക്കം തുടങ്ങും. എനിക്കുണ്ടായ അനുഭവം ആദ്യം പറഞ്ഞാൽ നബിദിനത്തിൻ്റെ തലേന്ന്. അപ്പോൾ നബിദിനത്തിന് അന്ന് തോരണങ്ങൾ മദ്രസയിൽ കിട്ടും. അപ്പോൾ തോരണങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ വർണ്ണക്കടലാസ് വാങ്ങിയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് അതിനെ തോരണമാക്കി മാറ്റുന്ന പ്രക്രിയ. അന്ന് റെഡിമെയ്ഡൊന്നും കിട്ടില്ല. അപ്പോൾ ചാക്കുനൂല് വാങ്ങി അത് നീളത്തിൽ കെട്ടി അതിൻ്റെ മുകളിൽ ഈ മൈദ കലക്കി പശ തേച്ച് ഈ നൂലൊട്ടിച്ച് ഈ നൂലിൽ തോരണം ഒട്ടിച്ചുണ്ടാക്കുന്ന തോരണമാണ്. പിറ്റേന്ന് രാവിലെ ഒരു പ്രൊസഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മദ്രസയിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടാവും. പാട്ടും അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഓത്ത് മത്സരം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തോരണ പരിപാടി നടക്കുകയായിരുന്നു തലേന്ന് രാത്രി. അത് 8-9 മണി വരെ ഉണ്ടാവും, ചിലപ്പോൾ 10 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 7-8 മണി ആയപ്പോൾ തോരണം കിട്ടുന്ന പരിപാടിയിൽ ബ്രേക്ക് ഇട്ടിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് വരാൻ പറഞ്ഞു. അപ്പം എല്ലാവരും കുറച്ച് ദൂരമുള്ള ആൾക്കാരുടെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഭക്ഷണം കഴിച്ച്, ഞാൻ എൻ്റെ വീട് തൊട്ടടുത്താണ്. ഭക്ഷണം കഴിഞ്ഞ് ആദ്യം എത്തി. അപ്പം ഈ ഉസ്താദ് അവിടെ ഇരിപ്പുണ്ട്. ഉസ്താദിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഉസ്താദ് ഞാൻ ഒറ്റയ്ക്ക് വന്ന തക്കത്തിൽ എന്നെ കയറി പിടിച്ചു എന്നല്ല, എൻ്റെ മുണ്ടഴിക്കലും പിടിക്കലും ഭയങ്കര പ്രശ്നമായി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഭയങ്കര ആവേശത്തോടെ ഞാൻ കുതറി മാറുകയും പ്രശ്നം ഉണ്ടാക്കുകയും അവസാനം ഞാൻ ഇറങ്ങി അവിടുന്ന് കുതറി മാറി ഓടുകയുണ്ടായി. അങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞ് ഈ വൈരാഗ്യം ഈ ഉസ്താദ് വല്ലാത്ത ദേഷ്യത്തിലായി. പിറ്റേന്ന് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഈ വൈരാഗ്യം മുഴുവൻ എൻ്റെ അടുത്ത് തീർക്കുക. അന്ന് എനിക്കും ഈ ഉസ്താദിനോട് ഭയങ്കര വൈരാഗ്യമുണ്ട്. അപ്പോൾ ഉസ്താദ് അന്നുള്ള ശിക്ഷയുണ്ട്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കാണിച്ചാൽ അല്ലെങ്കിൽ തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10-50 കുട്ടികളിൽ ഇരിക്കുന്ന ക്ലാസ്സിലെ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തും. അതാണ് അന്നത്തെ ഒരു പ്രധാന ശിക്ഷ. അടിയേക്കാളും ഒരു നാണം കെട്ട ശിക്ഷയാണ് ഈ ക്ലാസ് കഴിയുന്നത് വരെയും ഈ ബെഞ്ചിൻ്റെ മുകളിൽ ഒരു കുട്ടി കയറി നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഭൂമി 7 ആകാശം അതിൻ്റെ മുകളിൽ പടച്ചോൻ. എനിക്ക് ഘടന എന്നോട് ചോദിച്ചു, ഭൂമി 7 ആകാശം പടച്ചോൻ. അപ്പം എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ആ തലേന്ന് ദേഷ്യമുണ്ടല്ലോ, ഞാൻ ചോദിച്ചു അതിൻ്റെ അപ്പുറത്തോന്ന് ചോദിച്ചു. ഉടനെ ഉസ്താദ് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ബാപ്പാന്ന് പറഞ്ഞു. എനിക്ക് വീണ്ടും ദേഷ്യം കയറി വന്നു. അന്നേ കുറച്ച് ദേഷ്യമുള്ള ആളാണ്.
അതിൻ്റെ അപ്പുറത്തെന്ന് ചോദിച്ചു. ബാപ്പേൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ചോദിച്ചു. ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ബെഞ്ച് കയറി നിൽക്കുന്നു പറഞ്ഞു. ഞാൻ കയറിക്കൂലായിരുന്നു. കയറി നിൽക്കടാന്ന് പറഞ്ഞു. നിൽക്കൂലാന്ന്. നിൽക്കടാ അതിൻ്റെ മോനെന്ന് അടുത്ത ഇയാളുടെ വാക്ക്. അത് വല്ലാത്ത വിഷമമുള്ള വാക്കല്ലേ. ഞാൻ പറഞ്ഞു നിൽക്കൂലടാ നായിൻ്റെ മോനെ. ഒറ്റ ഓട്ടാ ഞാൻ. ഇത് പറഞ്ഞാൽ എനിക്കറിയാം. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയാണ്. ആ ഓട്ടം ഞാൻ മദ്രസയിൽ നിന്ന് ഓടിയിട്ട് പിന്നെ ഞാൻ മദ്രസയിൽ കയറിയിട്ടില്ല. പിന്നീട് ഈ ഉസ്താദിന് പേടിയുണ്ടായിരുന്നു ഞാനിത് പുറത്ത് പറയുമെന്ന്. പിറ്റേന്ന് അന്ന് പിറ്റേന്ന് മദ്രസയിൽ പോകാത്തതിന് എൻ്റെ മരിച്ചുപോയ ജ്യേഷ്ഠൻ അദ്ദേഹം എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. മുളവടി വെച്ചിട്ട് തല്ലി, ഇല്ലിക്കമ്പ് എന്ന് പറയും. അത് വെച്ച് ഒരുപാട് തല്ലി. ഈ തല്ല് അസഹനീയമായ തല്ല് കിട്ടിയിട്ടും ഈ വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. പേടിയാണ്. മദ്രസയിലെ ഉസ്താദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുകയുണ്ടായിരുന്നില്ല. പറഞ്ഞില്ല, തല്ലുകൊണ്ട്. പക്ഷേ പിന്നീട് മുതൽ ഞാൻ ക്ലാസ് കയറാതായി. എന്നെ പിടിക്കാൻ വേണ്ടി ഈ മദ്രസയിൽ ഗുണ്ടകളുണ്ട്. പാട്ട മുട്ടി പിടിക്കാമെന്ന് പറയും. പഴയ എണ്ണ പാട്ട മുട്ടി വരും ഇവർ. ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഈ മദ്രസ കട്ട് ചെയ്ത് ഞാൻ നേരെ സ്കൂളിലാണ് പോകുന്നത്. അങ്ങനെ വന്നവരുമായിട്ട് തല്ലുണ്ടാക്കി. ഞാൻ പിന്നീട് എന്തായാലും മദ്രസയിൽ പിന്നെ ഞാൻ പോയിട്ടില്ല. ഈ അനുഭവം ഞാൻ പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്നത്തെ ആ ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഞാൻ പുറത്ത് പറയുന്നത്. അയാളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അന്നത് നാഷണൽ ഇഷ്യൂ ആയിട്ട് കേസൊക്കെ എടുത്തിരുന്നു. കേസൊക്കെ എടുത്തിട്ടും അവസാനം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് ഒരു ബത്തേരി സ്റ്റേഷനിൽ ഒരു SI വന്നിട്ട് ചോദിച്ചു ഇത് എന്ത് ചെയ്യണം കേസ്. ഞാൻ പറഞ്ഞു ആ മനുഷ്യനെ ശിക്ഷിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ആ മനുഷ്യനല്ല ശിക്ഷിക്കപ്പെടുക. യഥാർത്ഥത്തിൽ അയാൾ ജീവിച്ചിരിക്കുന്ന എന്നെ പോലെ ചെറുപ്പക്കാരായിട്ട് മക്കളുണ്ട് അയാൾക്ക്. അവരാണ് ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. അച്ഛൻ ചെയ്ത തെറ്റിന് മക്കൾ ശിക്ഷിക്കപ്പെടുക, അയാളുടെ ഭാര്യ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊന്ന് പിന്നീട് പിന്മാറിയത്. ആ അനുഭവം കഴിഞ്ഞ് പിന്നീട് ഈ ഉസ്താദ് ഉപയോഗിച്ച ഒരുപാട് സുഹൃത്തുക്കളെ എൻ്റെ അടുത്ത് വിടുകയും ആ കൊച്ചു മനസ്സിലായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇടാ ഇതിലൊന്നും തെറ്റില്ല, ഇതൊക്കെ ചെയ്യാവുന്നതാണ് എന്നും പറഞ്ഞിട്ട് കുറേ. അപ്പം ഞാൻ മനസ്സിലായത് ഇത് ഞാൻ മാത്രമല്ല അനുഭവിച്ചത്, ഈ പറയുന്ന ആളുടെ കീഴിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത്തരം അനുഭവങ്ങൾ പള്ളിക്കകത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പള്ളിക്കകത്ത് നമ്മുടെ കുളമുണ്ട്, കുളത്തിൻ്റെ അടുത്ത് മൂത്രപ്പുരയുണ്ട്. ഈ മൂത്രപ്പുര കയറുമ്പം അവിടുത്തെ വയസ്സന്മാരൊക്കെ കയറി പിടിക്കുക. ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന നമ്മളിതിനൊരു ബലിയാടായിട്ട് മാറും. ഞാൻ മാത്രമല്ല, ഞാൻ പിന്നീട് ഈ പ്രായം ചെന്നതിന് ശേഷം ഇതേപോലെ എൻ്റെ ഹിന്ദു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇതേപോലെ ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വലിയ മുസ്ലിം കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അവിടുത്തെ ഹോസ്റ്റലിൽ ഇത് സ്ഥിരം പരിപാടിയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന നിസ്കാരത്തിൻ്റെ ഒതു മുറിയുന്ന കാര്യങ്ങളിൽ തുടങ്ങി. അപ്പോൾ പിരീഡായാലും നമുക്കൊന്നും ആർത്തവം എന്താണെന്ന് അറിയാത്ത കുട്ടികളുടെ തന്നെ ഈ ആർത്തവത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നത്, അതിങ്ങനെ ചോര ഒലിച്ച് വരും എന്ന് പറഞ്ഞിട്ടൊക്കെ പെൺകുട്ടികളോടും ഇത് കാണിച്ചിട്ടുണ്ട്. അതിന്നും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഈ പറയുന്ന എനിക്ക് 62 വയസ്സായി, 55 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്നും ഇതേ രീതിയിൽ കുട്ടികൾ മദ്രസയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, എത്ര കേസാണ്. ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ്. കാരണം മതം ഇതിനെ മൂടി വയ്ക്കും. മതം ഇതിനെ മൂടി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി എന്താണ്? വേറെ ഒരുപാട് കുട്ടികൾ ഇതിന് വിധേയരാവേണ്ടി വരും. ഈ മോശം അവസ്ഥ മദ്രസയിൽ നിന്ന് ഇല്ലാതെ പോകുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒരു ചർച്ചയിൽ ഒരു ആൾ പറയുന്നത് കേട്ടു. ഞാൻ സ്ഥലം പേര് പറയുന്നില്ല. ഒരു ചെറിയ ഗ്രാമം കണ്ണൂരിനടുത്ത്. അവിടെ 5 മണി കഴിഞ്ഞാൽ ആൺകുട്ടികളെ പുറത്ത് വിടില്ല. ഏറ്റവും കൂടുതൽ പോക്സോ കേസുകളുണ്ട്. പക്ഷേ പോക്സോ കേസുകളൊന്നും തെളിയില്ല. കാരണം മതം സംഘടിതമായിട്ട് ഇതിനെ മറച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം.
വളരെ കുഞ്ഞുനാളിലെ പെർവേഷൻ. ഇപ്പോൾ അടുത്ത കാലത്ത് അതേപോലെ തന്നെ, ഞാനിത് വെറുതെ പറയുന്നതല്ല, അടുത്ത കാലത്ത് മറ്റൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്ത് ഡോക്ടർ, മുസ്ലിം ഡോക്ടറാണ്. അവരും അനുഭവം പറഞ്ഞു. അവർക്ക് ഇത് അറിയുന്നത് കൊണ്ട് തന്നെ അവരുടെ കുഞ്ഞിനെ മദ്രസയിൽ വിട്ടില്ല. പകരം അവർ ഗൈനക്കോളജിസ്റ്റാണ്. ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ഉസ്താദിനെ വീട്ടിൽ വിളിച്ചിരുത്തി അത്യാവശ്യം കാര്യങ്ങൾ, അതായത് ഖുർആൻ ഓതാനും പിടിക്കാനൊക്കെ ആയിട്ട് ഏർപ്പാട് ചെയ്തു. ആ വ്യക്തിയോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഈ സെക്ഷൽ ആയിട്ടുള്ള അറിവ് നിങ്ങൾ പറയേണ്ട, അത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം, ഞാനൊരു ഡോക്ടറല്ലേ, ഈ പ്രത്യേകിച്ച് നിങ്ങൾ ഒതു മുറിയുന്ന കാര്യങ്ങളൊന്നും പഠിപ്പിക്കരുത്, നിങ്ങൾ ഓതാൻ മാത്രം പഠിപ്പിച്ചാൽ മതി പറഞ്ഞു. പക്ഷേ ഇവരവിടെ ഇല്ലാത്തപ്പോൾ ഈ വ്യക്തി വന്നിട്ട് ആദ്യം പഠിപ്പിക്കാൻ ശ്രമിച്ചതാ. അവസാനം പിടികൂടി. ആ കുട്ടി തുറന്നു പറഞ്ഞ് പിടികൂടി. പിന്നെ അയാളെ ഓടിച്ചു വിട്ടു. ഇന്ന് മദ്രസയിലേക്ക് പല ഉന്നതന്മാരുടെ മക്കളെ ആരും മദ്രസയിലേക്ക് വിടുന്നില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. സമൂഹത്തിൽ പേര് കേട്ട ആളുകളുടെ മക്കളെ ആരും തന്നെ അവർ മദ്രസയിൽ വിടുന്നില്ല. അവർക്ക് പ്രൈവറ്റ് ട്യൂഷനാണ് വീട്ടിൽ. എന്തുകൊണ്ടാണ്? അവർ ഭയക്കുന്നുണ്ട്, തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരായ ഈ പറയുന്ന സമൂഹത്തിലെ ഈ മതത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ സംരക്ഷണം കിട്ടുന്നില്ല. ഇനി സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ പോലും അവരെ ഇത് പഠിപ്പിച്ചു വെക്കുള്ളൂ. 5 വയസ്സ് കഴിഞ്ഞാൽ നമസ്കരിക്കുന്ന നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. ഈ നോമ്പ് മുറിച്ചിൽ കാര്യം ഭയങ്കര രസമാണ്. ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് പറഞ്ഞു. നോമ്പ് മുറിയെന്ന് പറഞ്ഞാൽ, നോമ്പ് മുറിയാൻ തുടങ്ങിയാൽ ഈ പറയുന്ന അന്യ സ്ത്രീകളെ തൊടുക, കീഴ്വായി പോവുക. കീഴ്വായി പോയി കഴിഞ്ഞാലും നോമ്പ് മുറിയും. കീഴ്വായി പോയി കഴിഞ്ഞാൽ എന്താ, പോയിട്ട് കയ്യും കാലും കഴുകുന്നത്, ചന്തി കഴുകുന്നില്ല. അത്രയും പൊട്ടത്തരം അതിലുള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ ഈ സെക്ഷൽ അറിവ് കിട്ടുക. അതേപോലെ തന്നെയാണ് വളരെ ചെറിയ പ്രായത്തിൽ ലിംഗാഗ്രം മുറിച്ച് കളയുക, സ്കിന്ന് കട്ട് ചെയ്ത് കളയുക. ഈ സ്കിന്ന് കട്ട് ചെയ്യുന്നതോട് തന്നെ ഒരു പുരുഷൻ്റെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ ഈ സ്കിന്ന് പോകുമ്പോൾ തന്നെ സെൻസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നഷ്ടപ്പെടുകയാണ്. ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഒരു ആൺകുട്ടിക്ക് ഉണ്ടാവേണ്ട ഒരു സെൻസേഷനുണ്ട്, ഒരു ലൂബ്രിക്കൻ്റ്, പ്രകൃതി നൽകുന്ന ഒരു ലൂബ്രിക്കൻ്റ് ഉണ്ട്. തൻ്റെ ലിംഗാഗ്രത്തെ സംരക്ഷിച്ച് അതിനെ ഓയിൽ ചെയ്യുന്ന ശരീരത്തിൻ്റെ ഒരു പ്രത്യേക പ്രോസസ്സ് നിന്ന് പോവുകയാണ്. പിന്നെ അത് ഡ്രൈ ആവുകയാണ്. ഇപ്പം നമ്മുടെ കൺപോളകൾ കൃത്യമായിട്ട് കണ്ണിൽ കടന്നും കൂടാതെ കണ്ണിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ണിലെപ്പോഴും ഒരു ജലാംശം ഉള്ളത്. ആ ജലാംശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കണ്ണടയ്ക്കുന്നതും തുറക്കുന്നതും ഒട്ടും പെയിനില്ലാതെ സംഭവിക്കുന്നത്. നമ്മുടെ നാവിൽ രുചി അറിയാൻ വേണ്ടി മാത്രമല്ല ഉമിനീരുള്ളത്. നമ്മുടെ നാവ് കൃത്യമായിട്ട് ചലിക്കുന്നത് ഈ പറയുന്ന ജലാംശം അവിടെ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ നാവിൽ ഈ ജലാംശം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നോ? നിങ്ങളുടെ നാവ് വളരെ എങ്ങനെയൊക്കെ വളയണമോ എങ്ങനെയൊക്കെ വളയണ്ടേ എന്ന് നിശ്ചയിക്കുന്നത് ആ ഓയിലാണ്, നമ്മുടെ ഉമിനീരാണ്. അതിൻ്റെ പ്രവർത്തനമുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ സുഖകരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മൾ വായ ഉണങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ പ്രകൃതി നമ്മുടെ ശരീരത്തിന്, അല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് ഒരു മനുഷ്യൻ ജനിച്ച് വീഴുമ്പോൾ അതിൻ്റെ ഓരോ പാർട്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന പാർട്ടാണ് ഒരു മനുഷ്യ ശരീരത്തിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ലിംഗാഗ്ര ചർമ്മം. ഒരു സംശയവും വേണ്ട. ഇത് നഷ്ടപ്പെടുന്നതോടുകൂടി ഈ സെൻസിറ്റിവിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സെക്സ് യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന സെക്ഷൽ ആസ്വാദനം ഇല്ലാതെ പോകും. സംശയിക്കേണ്ട, അതില്ലാതെ പോകും. കാരണം അവിടെ പ്രകൃതി നമ്മുടെ ജന്മം കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കിട്ടിയ ഒരു വലിയ സംഗതിയെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. ഒരു ലൂബ്രിക്കൻറ്റിനെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. അവിടെ ആ ലൂബ്രിക്കൻ്റ് ഇല്ലാതെ പോകുന്നു.
അതുകൊണ്ട് തന്നെ തൃപ്തി എന്ന് പറയുന്നത് പുരുഷന് നഷ്ടപ്പെടും. ഇത് ചെയ്ത പുരുഷനെ സംബന്ധിച്ചോളം തൃപ്തി. അതുകൊണ്ടാണ് ഈ പറയുന്ന ആൺകുട്ടികൾക്ക് നേരെയുള്ള അക്രമം കൂടുതലായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് ഈ വിഭാഗത്തിൽ നിന്ന്. ഇതേ സ്വഭാവം യഹൂദികൾക്കും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവരാണ് ചർമ്മം ഇതുപോലെ മുറിച്ച് കളയുന്നത്. ഇതേപോലെ ആൺകുട്ടികളോടുള്ള ബന്ധം അവിടെയും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. രണ്ട് രീതിയിലുണ്ട്. ഇപ്പം മതപരമായിട്ട് ഇപ്പം ഈ വിവാഹം കഴിക്കാത്ത അച്ഛന്മാർക്ക് ഇത്തരം ബന്ധങ്ങളുണ്ടായിട്ട് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. അങ്ങനെ വിവാഹം കഴിക്കാത്ത നിൽക്കേണ്ടുന്ന പ്രശ്നങ്ങൾക്ക് ഇത് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പലതും സുന്ദരികളായിട്ടുള്ള ഭാര്യമാരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നത്. അവർക്ക് സുന്ദരികളായ ഭാര്യമാർ, ഈ പറയുന്ന എന്നെ ഉപദ്രവിച്ച ഉസ്താദിനും നല്ല കിളി പോലത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവർക്കതിൽ തൃപ്തിയില്ല. ആൺകുട്ടികളിലേക്കാണ് തൃപ്തിയുള്ളത്. എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നു ഇതുകൊണ്ട് തന്നെയാണ്. കാരണം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു സംഗതി ഇല്ലായ്മ ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. 1 കിട്ടിയാൽ പോരാ, 2 കിട്ടിയാൽ പോരാ, 3 കിട്ടിയാൽ പോരാ, 4 കിട്ടിയാൽ പോരാ, പിന്നെയോ 72 വേണ്ടി കുതിക്കുന്നു. ഈ സ്വർഗത്തിലെ നിലനിൽപ്പ് തന്നെ നിൽക്കുന്നത് സ്ത്രീ, മാറിട തുടുത്ത സ്ത്രീ, ചന്തി തുടുത്ത സ്ത്രീ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് സ്വർഗം തന്നെ നിലനിൽക്കുന്നത്. ബാക്കിയൊക്കെ ഈ ലോകത്ത് കിട്ടുന്നതാണ്. അതേപോലെ സ്ത്രീകളെ ഈ ലോകത്ത് കിട്ടില്ല എന്നുള്ളതാണ് സ്ത്രീകളെ അവിടെ എല്ലാം പിന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന് പറയായിരുന്നു, നിനക്ക് എപ്പോഴും സ്ഖലനാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നെ സ്ത്രീയുടെ ആവശ്യം പോലുമില്ല. ഈ സ്ഖലന സുഖം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിലുണ്ടാവുന്നതാണ്. ആ സ്ഖലന സുഖം എല്ലായ്പ്പോഴും നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ ആവശ്യമേ ഇല്ല. നിൻ്റെ വയറ് എപ്പോഴും നിറഞ്ഞിരിക്കും. നിൻ്റെ നാവിലെപ്പോഴും നീ ആഗ്രഹിക്കുന്ന രുചികൾ ഇങ്ങനെ വായിൽ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ പിന്നെ അന്നത്തിൻ്റെ ആവശ്യമില്ല. കക്കൂസ് പോകേണ്ട കാര്യമില്ലല്ലോ, മൂത്തൊഴിക്കേണ്ട കാര്യമില്ല, അന്നമൊക്കെ തീരുന്നില്ല. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ സ്വർഗം വേണ്ടത്? യഥാർത്ഥത്തിൽ നമുക്ക് ആ ഫീലിംഗ് ഉണ്ടായാൽ പോരെ? ആ സുഖകരമായ അവസ്ഥ 24 മണിക്കൂർ ഉണ്ടാവുകയും വിചാരിക്കുക. സ്കലന സുഖം ഈ 10 സെക്കൻഡ് കിട്ടുന്നുണ്ട്, അത് 24 hours കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വായിൽ എല്ലാ രുചികളും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ രുചി വായിൽ വരിക. അതിൻ്റെ ആസ്വാദ്യത കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തിനാ അന്നം, എന്തിനാ പെണ്ണ്? അപ്പം ഇവിടെ തന്നെ അത് അങ്ങനെ ഒരു പെർവേഷൻ ഉണ്ടാക്കിയിട്ടിട്ട് തൃപ്തികരമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവിടെ പോയാലും തൃപ്തിയാവുമല്ലോ. അതുകൊണ്ടാണ് അവിടെ ബാലന്മാരെയും കൂടി വെച്ചത് സ്വർഗത്തിൽ. ഒരിക്കലും പ്രായപൂർത്തിയാവാത്ത ബാലന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അവിടെ ബാലന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മദ്രസ പഠനം കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് ഇന്ന് മുതിർന്നതായിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് താഴെ വന്നിട്ട് തനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത എല്ലാ തെറിയും അവിടെ പറയുന്നത്. അമാന്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നത്, അമ്മയെപ്പോലും ഭോഗവസ്തുവാക്കി ചിത്രീകരിക്കുന്നത്. ഇതും മതപഠനത്തിൻ്റെ ഭാഗമായിട്ട് വ്യക്തിയിൽ രൂപീകൃതമാകുന്ന വൈകൃതമാണ്. വളരെ കുഞ്ഞുനാളിൽ കൊടുക്കുന്ന വൃത്തികെട്ട സെക്ഷൽ അറിവുകളാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിംഗത്തിൻ്റെ അഗ്രം ഗുദത്തിലോ യോനിയിലോ പ്രവേശിക്കൽ, വൈകൃതം അവിടെ തുടങ്ങുകയാണ്. അങ്ങ് വൈകൃതം മരണം വരെ കൊണ്ടു നടക്കേണ്ടി വരും. നമ്മളെപ്പോലുള്ള
എനിക്കൊക്കെ ഭാഗ്യം കിട്ടിയത് വളരെ കുഞ്ഞുനാളിൽ തന്നെ നാടകരംഗത്തേക്ക് വരാനും നന്നായി ചിന്തിക്കുന്ന മനുഷ്യരുമായി ഇടപെടാനും ഭാഗ്യം സിദ്ധിച്ചു. ബോധതലത്തിൽ മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച രീതിയും ഞാൻ പഠിച്ച മതവും മാനവരാശിയെ ഉയർത്തുന്നതല്ല, അത് ഇകഴ്ത്തുന്നതാണെന്ന ബോധ്യം എനിക്ക് വന്നു. പതിയെ പതിയെ ഞാൻ അതിനെ വിട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നരകഭയത്തെ, ഖബർ ഭയത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ പറയുന്ന പുതിയ അറിവുകൾ, പുതിയ ലോകത്തിൻ്റെ ഘടന ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ മതത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകുന്നത്. ഇപ്പോൾ ഉള്ള എക്സ് മുസ്ലിംസിനോടൊക്കെ ചോദിച്ചാൽ ഇത് മനസ്സിലാവും. അതിൻ്റെ ഈ പറയുന്ന ഹദീസുകൾ മാത്രമല്ല, അനുഭവങ്ങളുമുണ്ട് അവരുടെ ജീവിതത്തിൽ. ഈ മതത്തിൽ ചെലുത്തുന്ന അനുഭവങ്ങൾ, മതപാഠശാലകളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ആ മതത്തെ വെറുക്കാൻ കാരണമാകുന്നുണ്ട്. ഞാനിതെന്താ തുറന്നു പറയുന്നത് വെച്ചാൽ, ഇനിയും കുട്ടികളെ മദ്രസയിൽ അയക്കുന്ന അച്ഛനമ്മമാരൊന്ന് ശ്രദ്ധിക്കുക. ആ കുട്ടിയുടെ ജീവിതാവസാനം വരെ കൊണ്ടു നടക്കുന്ന വൈകൃതമാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. ഒതു മുറിയുന്നത് പഠിപ്പിച്ചല്ലേ ഒക്കുള്ളൂ. ഗ്രന്ഥങ്ങളില്ലെന്ന് പഠിപ്പിച്ചല്ലേ ഒക്കുള്ളൂ. അവർക്കത് പഠിപ്പിക്കാനൊരു സുഖമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഹൈന്ദവർക്ക് ഇതിൽ ഇല്ല, പഠിപ്പിക്കുന്നില്ല. അത് മുതിർന്നു കഴിഞ്ഞാൽ കാമശാസ്ത്രമൊക്കെ വായിക്കാം. ഒരു കുഞ്ഞിനെയും വളരെ ചെറിയ പ്രായത്തിൽ സെക്ഷുവലായിട്ടുള്ള അറിവ് അത് കൊടുക്കേണ്ടുന്ന സമയത്താണ് കൊടുക്കുന്നത്. 64 കലകളും കളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. ഹൈന്ദവ സമൂഹത്തിലൊന്നും ഇങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ ഇത്തരം അറിവുകൾ കൊടുക്കുന്ന ഒരു സമ്പ്രദായമേ ഇല്ല. അതിനങ്ങനെ ഒരു പാഠശാലയില്ല. അതും 16 ഹിന്ദുവിൻ്റെ 16 സംസ്കാരങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടുന്ന കാലഘട്ടമാണ് എന്ത്? വിദ്യാഭ്യാസ കാലഘട്ടം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് പഠിതാവ്. അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ 16 സംസ്കാരങ്ങളിൽ ഈ പറയുന്ന ഉപനയനം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞിട്ട് അടുത്ത സംസ്കാരം എന്ന് പറയുന്നത് തൊഴിലുണ്ടാക്കുക, തൊഴിൽ പ്രാഗൽഭ്യം നേടുക, പിന്നെ കുടുംബത്തിലേക്ക് കടക്കുക. കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ സെക്സ് വേണം. ആ കുടുംബത്തിലേക്ക് കടക്കുന്നിടത്താണ് സെക്സിനെ കുറിച്ച് പഠിക്കേണ്ടുന്നത്. അപ്പം ആവാം. അത് പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഈ ക്രിസ്ത്യൻ മതം ഇതിനെ പാപമായിട്ട്, സെക്സ് പാപമായിട്ട് കാണുന്നതുകൊണ്ട് ദോഷം മാറിയിട്ട് അവർക്ക് മുതിർന്നു കഴിഞ്ഞാൽ ഇപ്പം ആധുനിക കാലത്ത് വിവാഹത്തിന് മുമ്പ് പ്രത്യേകം ക്ലാസ് എടുക്കുന്നുണ്ട്. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ അറിയേണ്ടുന്ന സമയത്തെ അറിയാൻ പാടുള്ളൂ എന്ന് സമൂഹം മനസ്സിലാക്കണം. നമ്മൾ ഇന്നലെ സംസാരിച്ച ആ ഭ്രാന്തൻ ഇതിനു മുന്നേ ഒളിക്യാമറ വെച്ചു എന്ന് പറഞ്ഞു. ഈ ഭ്രാന്താണത്. ഈ ലോകത്ത് തീർക്കാൻ പറ്റാത്ത സെക്ഷുവൽ ആക്ടിവിറ്റീസൊക്കെ സ്വർഗത്തിൽ പോയാൽ തീർക്കാമെന്ന് പറയുന്നത് തന്നെയാണ് ഈ സെക്ഷൽ ഭ്രാന്ത്. ശാന്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഈശ്വരത്വത്തിലേക്ക് ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാമം എന്ന് അല്ല പഠിപ്പിക്കുന്നത്. അവിടെയും അനന്തകോടി വർഷം, ആലോചിച്ച് നോക്കൂ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അനന്തകോടി വർഷം തിന്നുക, ഭോഗിക്കുക, തിന്നുക,
ഭോഗിക്കുക, കള്ളു കുടിക്കുക. ഒരു സാമാന്യ യുക്തി കൊണ്ടൊരു മനുഷ്യൻ ചിന്തിച്ചു നോക്കൂ. അനന്ത കോടി വർഷം ഈ ഒരു പ്രക്രിയ മാത്രം ചെയ്യുന്ന അവിടെ കൃഷിയിടങ്ങൾ വേണ്ട, മേലനങ്ങണ്ട, ജോലി ചെയ്യേണ്ട, തിന്നുക കുടിക്കുക ഭോഗിക്കുക, തിന്നുക കുടിക്കുക ഭോഗിക്കുക. ഇവിടെ ഒരു മനുഷ്യൻ കുറച്ചു നേരം വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഭ്രാന്തി പിടിക്കുന്നു, പ്രവൃത്തിയില്ലാതെ. പൂക്കളെ കണ്ട് ആസ്വദിക്കാം. അവനവൻ നട്ട് നനച്ച് ഉണ്ടാക്കിയ വെണ്ടയ്ക്കയും വഴുതനയും കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറൊന്നും ഉണ്ടാവില്ല. അവനവൻ കുഴിച്ചിട്ട ഡാലിയാപ്പൂ വിരിയുമ്പോഴാണ് വല്ലാത്ത സന്തോഷം ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഗാർഡനിൽ പോയി കണ്ടിട്ട് എത്ര കണ്ട് ആഹാ കൊള്ളാമെന്ന് പറയും. പക്ഷേ ആ സൗന്ദര്യമല്ല അവനവനുണ്ടാക്കുന്ന ഒരു ചെടി പുഷ്പിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നത്. അവനവൻ്റെ കുട്ടികൾ അച്ഛ എന്ന് വിളിക്കുന്നുണ്ടാകുമ്പം സുഖം എത്ര ഭോഗം നടത്തിയാൽ കിട്ടും? ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞിനെ മുലയോട്ടി ഊട്ടുന്ന ഒരു പെണ്ണിൻ്റെ ആ ഒരു സുഖം വേറെ എന്തിനു കിട്ടും? ഇതൊന്നുമില്ലാത്തൊരു ലോകത്തെ സ്വപ്നം കണ്ടു പോകുന്ന മഹാവിദ്യയായിട്ടുള്ള മനുഷ്യർ എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, അത് അവർക്ക് വിട്ടുകൊടുക്കുക. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പറയുന്ന പെർവേഷൻ അത് ഈ പറയുന്ന ക്ലാസ്സുകളിൽ കിട്ടുന്നുണ്ട്. നമ്മളെല്ലാം ആ വിഭാഗം ജനതയാണ്. ആ വിഭാഗം ജനത മാത്രമല്ല, അവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ മറ്റു കുട്ടികളിലേക്ക് ഈ കുട്ടികൾ പകരുന്നുണ്ട്. അത് വലിയ, എൻ്റെ കൂട്ടുകാർക്കൊന്നും ഈ പണി അറിയില്ലായിരുന്നു. ഞാനാ പറഞ്ഞു കൊടുത്തത്. സ്കൂളിലെ ഹിന്ദു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തത് ഞാനാ. എനിക്കിവിടുന്ന് കിട്ടി, ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തു. അവരും അത് പ്രയോഗിച്ചു നോക്കും. അങ്ങനെ ഒരു ഇഫക്റ്റ് കൂടി ഇതിലുണ്ട്. കുട്ടികളല്ലേ, കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പ്രയോഗിക്കും. ഈ സെക്ഷൽ ആക്ടിവിറ്റീസ് മദ്രസയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്ന സെക്ഷൽ ആക്ടിവിറ്റീസ് അവൻ്റെ തൊട്ട് ബന്ധുക്കളിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. മറ്റ് വിഭാഗത്തിലെ കുട്ടികളെയും ഇതിലേക്ക് കൊണ്ടുവരും. അതായത് നേരത്തെ പറഞ്ഞത്, ഒരു ഇസ്ലാമിക് കോളേജിൽ പഠിച്ച ഒരു ഹൈന്ദവ ആൾ ഇതിന് അഡിക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പലരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇത്തരം ആൾക്കാരെ. ഒരു അഭിഭാഷകൻ ഉണ്ടായിരുന്നു കോഴിക്കോട് പണ്ട്. ആൺകുട്ടികളെ ഇവിടെ പാർക്കിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച് അയാളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ആ ആൺകുട്ടികളെ സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലയിടത്തുനിന്നായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സമൂഹം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വളരെ കുഞ്ഞുനാളിലെ ആ സമൂഹം തീരുമാനിക്കണം, തൻ്റെ കുട്ടിക്ക് ഇത്തരം അറിവുകൾ ലഭിക്കുന്നുണ്ടോ. ഒരു കുട്ടി വന്ന് അച്ഛനോടോ അമ്മയോടോ പറയില്ല. കാരണം അങ്ങനെ മതം തലയ്ക്ക് പിടിച്ചാലുണ്ടാകുന്നൊരു പ്രശ്നമാണത്. ആ രീതിയിലാണ് ഭയപ്പെടുത്തി വിടുന്നത്. ഓരോ രക്ഷകർത്താവും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സുന്നത്താണ്. ഈ മുറിക്കൽ സുന്നത്താണെങ്കിൽ പിന്നെ നിർബന്ധിതമായിട്ട് ഇത് ചെയ്യേണ്ട കാര്യം എന്താണ്? അതിന് എവിടെയും ഫറളായിട്ട് പറഞ്ഞിട്ടില്ല. ആധുനിക സമൂഹം ചിന്തിക്കണം. കാരണം സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലതാണ്. അപ്പോൾ നിർബന്ധിതമല്ലാത്ത ഒരു കാര്യമാണ് ഈ ആൺകുട്ടിയുടെ മേൽ ചെയ്യുന്നത്. അതവൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. ചോദിച്ചാൽ അവർ ഇല്ല, ഞങ്ങൾക്ക് ഫീലിംഗ് കൂടുതലാണ്, അത് വൃത്തിയാവുന്നതാണ്. അങ്ങനെ ഒന്നുമില്ല, വെറുതെ പറയുന്നത്. ഒരു മുസ്ലിം പുരുഷനും
സെക്സ് എന്താണെന്ന് അറിയുന്നില്ല യഥാർത്ഥത്തിൽ. അറിയണമെങ്കിൽ അതെന്താ അറിയില്ലത്, അതുണ്ടെങ്കിൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഒരു സംഗതി, നമ്മുടെ ശരീരത്തിൽ ഒരു സംഗതി, ഈശ്വരൻ തന്ന ഒരു സംഗതി, അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഇൻ്റർകോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ ഒരു ആൾക്ക് എന്താവാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഫീലിംഗ് മനസ്സിലാവുള്ളൂ. ഇത് ഭരണഘടന ഉൾപ്പെടുത്തണ്ടേ? കാരണം 18 വയസ്സായി കഴിഞ്ഞിട്ട് ഒരാൾക്ക് അയാളുടെ മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ, ഇപ്പം എന്നെ തുമ്പ് കിട്ടിയോ എന്ന് ചോദിക്കുന്ന സഹോദരന്മാരും ചിന്തിക്കുക, തുമ്പുണ്ടായിരുന്നാൽ എങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലല്ലോ. ഒരു 18 വയസ്സ് വരെയെങ്കിലും തുമ്പ് ചെത്താതിരുന്നാൽ മനസ്സിലാക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയെങ്കിലും സംരക്ഷിക്കുക, അത്രയൊക്കെ പറയാനുള്ളൂ. ഈ ദൈവത്തിന് ഈ തുമ്പ് കിട്ടിയിട്ട് എന്ത് കാര്യം? ഒരു സാമാന്യ യുക്തിക്ക ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് ഈ തുമ്പ് കിട്ടിയിട്ട് എന്ത് തൃപ്തി ഉണ്ടാവാനാ? അപ്പോൾ ദൈവത്തിന് തുമ്പ് തൃപ്തി ഉണ്ടാവാനല്ല, നീ ഒന്ന് അനുഭവിക്കട എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പ്രവാചകൻ ചെയ്ത പണിയത്. അത് ഇന്ന് ഏറ്റവും ഇവർ വെറുക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിലുള്ള സംഗതിയാണ്. യഹൂദികളുടെ സ്വഭാവമാണ്. അതിനെങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തതാണ്. പണ്ട് ചിലപ്പോൾ ഈ മണൽക്കാട്ടിൽ അല്ലെങ്കിൽ മണൽക്കാട്ടിൽ ഈ പറയുന്ന പൊടിയും ഇതൊക്കെ അവിടെ അടിഞ്ഞു കൂടാനും ഒക്കെ ഉണ്ടാവും. ചിലപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. മരുഭൂമിയിൽ, ആ മരുഭൂമിയിലെ അവസ്ഥയല്ലല്ലോ ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. അപ്പോൾ തൽക്കാലം ഗ്രാമപ്രാന്തം എന്താണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. അവിടേക്ക് സമൂഹം എത്തുന്ന ഒരു പ്രത്യേക വിഭാഗം എത്തുന്നതും അവരുടെ അതൃപ്തി മുഴുവനും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ കൊണ്ടിട്ട് തെറി അഭിഷേകം നടത്തുന്നു ഒക്കെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്, മതവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് എന്ന് നേരത്തെ അത്ര പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും ഈ എക്സ് മുസ്ലിംസ് വന്നപ്പോഴാണ് പടച്ചോൻ തെറി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും അറിയുന്നത്. എന്നിരുന്നാലും ഇത് മദ്രസയുടെ ഭാഗമാണ്. ഈ പറയുന്ന കിട്ടുന്ന അറിവുകളും ആ തെറിവിളികളും ഒക്കെ തന്നെയും ആ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഭാഗമാണ്. അത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരിലേക്ക് പടരും എന്നുള്ളതും സത്യമാണ്. ആ വിഷയത്തിൽ ഇത്രയേ പറയാനുള്ളൂ. എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എനിക്കെതിരെ അതിക്രമം കാണിക്കുന്നതിന് മുന്നേ, എനിക്കെതിരെ തെറി വിളിക്കുന്നതിന് മുന്നേ സ്വന്തം കുഞ്ഞുങ്ങൾ ഈ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാൻ സമൂഹം ശ്രദ്ധിച്ചാൽ നല്ലത്. അവരുടെ ഒരു പരമ്പര മുന്നോട്ട് വരുമ്പോൾ ആ പരമ്പരയ്ക്ക് സൗഖ്യമുണ്ടാവണം, ബോധമുണ്ടാവണം, തൻ്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കി മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ടാവണം. അത് നിഷേധിക്കരുത് മതത്തിൻ്റെ പേരിൽ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.